ടു ആച്ചൂസ് ഈസി കുക്കിംഗ്. എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പുവടയുടെ ഒരു വെറൈറ്റി ആണ്, ഇപ്പി പരിപ്പുവട. അപ്പോൾ ഇപ്പിയുടെയും പരിപ്പുവടയുടെയും ഒരു കോംബോ ആയിട്ട് ഇത്. സ്പൈസ് ഇഷ്ടമായിട്ടുള്ള എല്ലാവർക്കും ഈ ഐറ്റം എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് ഇപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം തുവരപ്പരിപ്പാണ്. ഇത് ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ നമുക്ക് ഇപ്പി പരിപ്പ് വട ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ഇപ്പി ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഇപ്പി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇപ്പിയും പിന്നെ ഒരു ഇപ്പിയുടെ ഹാഫുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പിയൊക്കെ ഒന്ന് നന്നായിട്ട് ബോയിലായി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ഒരു മസാല പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഒന്ന് ഹാഫ് ബോയിൽ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇപ്പി ഹാഫ് ബോയിലായിട്ട് നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇപ്പി ഒന്ന് തണുക്കാൻ വേണ്ടി എടുത്തു വെക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പരിപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അടിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടണം. ഈ ഒരു പാകത്തിന് വേണം അടിച്ചെടുക്കാൻ, കണ്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 3-4 അല്ലി ഗാർലിക്കും പിന്നെ ഒരു ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു പാക്കറ്റ് ഇപ്പിയുടെ മസാല, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. കണ്ടോ, അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി എക്സ്ട്രാ സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ എരിവ് നന്നായിട്ട് കൂടിപ്പോവും. ഇപ്പോൾ ഇപ്പിയുടെ മസാല കൊള്ളാൻ ആവശ്യത്തിനുള്ള എരിവ് ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ അടിച്ച മസാലയുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പി ഈ കൂട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിക്കാണ്ട് കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചില്ലേ, അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഇപ്പി നമ്മളൊരു ഹാഫ് ബാക്കി വച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടെ നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പുവട പോലെ ആക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടോ, നടുഭാഗം ഒന്ന് പുറത്തോട്ട് ഉന്തി ബാക്കി സൈഡെല്ലാം പരന്നിരിക്കുന്നുണ്ട്. അപ്പൊ പരിപ്പുവടയുടെ ഒരു ഷേപ്പ് ആയില്ലേ, കണ്ടോ. ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതെ, നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ പരിപ്പുവട പോലെ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോഴത്തേനും അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും ഓരോ പരിപ്പുവടയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വശം റെഡി ആവുമ്പോഴത്തേനും അപ്പുറ വശം കൂടി നമുക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അതെ, നമ്മുടെ ഇപ്പി പരിപ്പുവട റെഡി ആയി കഴിഞ്ഞു. അത്യാവശ്യം നല്ല സ്പൈസിയുമാണ്, നല്ല ടേസ്റ്റിയാണ്. പരിപ്പുവടയുടെ ടേസ്റ്റും കിട്ടും, ഇപ്പിയുടെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.